നല്ല ആവി പറക്കണ ചൂട് പുട്ടും നല്ല നെരി പൊരിയായിട്ടുള്ള ചെമ്മീൻ പരട്ട്. വല്ലാണ്ട് ഡ്രൈയും അല്ല എന്നാൽ കറി പോലെ അല്ലാത്തൊരു ചെമ്മീൻ പരട്ട് നമുക്ക് ഉണ്ടാക്കല്ലേ. കഴുകി ക്ലീൻ ആക്കി വെച്ച ചെമ്മീനിലോട്ട് കുറച്ച് മസാലാസ് ആഡ് ചെയ്യണം. ഞാനത് അരച്ചിട്ടാണ് ചേർക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഫൈനായിട്ട് അരച്ച് വെച്ച് ഈ അരപ്പ് നമ്മൾ ചെമ്മീനിലോട്ട് ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പുട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റോസ്റ്റേഴ്സിൻ്റെ പുട്ടുപൊടിയാണ് യൂസ് ചെയ്യുന്നത്. 1 കപ്പ് പൊടിയിലോട്ട് 1 കപ്പ് വെള്ളം ഉപ്പ് ഒഴിച്ചിട്ട് കുതിർക്കാൻ വെക്കാം. സെയിം ടൈം ചൂടായ എണ്ണയിലോട്ട് തൊലിയോട് കൂടി ഗാർലിക്ക് ചതച്ചിട്ടിട്ട് വെക്കുക. അത് മാൻഡേറ്ററി അല്ല, പക്ഷേ ഗാർലിക്ക് ഇഷ്ടമുള്ളവർക്ക് അത് അടിപൊളി. അതൊന്ന് മൂത്ത് വന്നാൽ പിന്നെ നമ്മുടെ ചെമ്മീൻ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുക്കാക്കി എടുക്കുക. അടച്ച് വെക്കരുത്, അപ്പോൾ വെള്ളം ഇറങ്ങും. തുറന്ന് വെച്ചിട്ട് തന്നെ വേവിക്കുക. എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഒരു കറിവേപ്പിലൊക്കെ കുറച്ച് ആഡ് ചെയ്യാം. ഇനി നല്ല ചൂട് പുട്ടിൻ്റെ കൂടെ അത് കഴിച്ചാണ്ടല്ലോ. വല്ലാണ്ട് എരിഞ്ഞപ്പോഴാണ് നല്ല ചൂടുള്ള ചായൻ്റെ കാര്യം ഓർമ്മ വന്നത്. പക്ഷേ ഇവിടെ അതല്ല, ഈ ചൂട് മാത്രം പോരാ, നല്ല എരിവുള്ള ഒരു ചുക്ക് കാപ്പിയും കൂടെ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഉഫ്.